For now, it is only a hint of blue. But across the mist-covered slopes of Chokramudi in Idukki's Bison Valley, small clusters of Neelakurinji are beginning to appear, signaling the return of a natural spectacle that comes only once every 12 years. The first blooms can be seen around the Chemmarnar Gap Road, with the flowering stretches accessible after a roughly 1.5 kilometer journey from Gap Road on the Kochi Dhanushkodi National Highway. പൂത്ത് വരുന്നേ ഉള്ളൂ. ഇനി ഒരു മാസത്തിനുള്ളിൽ ഈ നീലക്കുറിഞ്ഞി പൂത്ത് ഇവിടെ ഒരു വസന്തം വിരിയും ബൈസമാലിയിൽ. ഏകദേശം ബൈസമാലിയിൽ നിന്ന് 5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡിൻ്റെ അടിവശം ചൊക്രമുടി കാശ്മീരിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഈ കോടമഞ്ഞിൻ്റെ ഇടയിൽ ഈ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ അതും ഈ റവന്യൂ ഭൂമിയിൽ നീലക്കുറിഞ്ഞി നല്ല സുന്ദരമായിട്ട് ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണ്. The early blooms have so far held up despite the rain, and local residents expect the blue carpet to spread further across the slopes in the coming weeks. ഇപ്പോൾ കുറച്ച് സ്ഥലത്താണ് നമുക്ക് ഇപ്പോൾ പൂവ് വ്യാപകമായിട്ട് കാണുന്നത്. നമ്മുടെ ഈ മേഖല ഏതാണ്ട് 12 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് കുറിഞ്ഞി പൂത്തത്. മഴ ഉള്ളത് കൊണ്ട് കുറിഞ്ഞി നമുക്ക് പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ മഴ ഇതുവരെ ഒന്നും കുറിഞ്ഞിയെ ഒന്നും ബാധിച്ചിട്ടില്ല. പൂത്ത് വേണ്ട ഇനിയും ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഈ കുറിഞ്ഞിയുടെ വസന്തം വന്നു തുടങ്ങും. അപ്പോൾ അതിന് ശേഷം പിന്നീട് മഴ വന്നാൽ മാത്രമാണ് ഈ കുറിഞ്ഞിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ 12 വർഷം മുമ്പും കുറിഞ്ഞി പൂത്തപ്പോഴും മഴയുണ്ടായിരുന്നു. എന്നാലും ഇവിടെ കുറിഞ്ഞിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഈ മൊട്ടക്കുന്നുകളും മലകളും മുഴുവൻ കുറിഞ്ഞി കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായിട്ട് മാറിയിരുന്നു അന്നും. Native to the Western Ghats, Neelakurinji is famed for its rare 12-year flowering cycle. The last bloom in this region was recorded in 2014. And as the flowers spread across the slopes, Chokramudi is once again on the threshold of turning blue.